സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുന്നത് സംബന്ധിച്ച് കരാറിലെത്തിയില്ലെങ്കിൽ സൈനിക നടപടികളിലേക്ക് മടങ്ങുമെന്ന് ഇറാന് ട്രംപിന്റെ ഭീഷണി. ബുധനാഴ്ചയ്ക്കുള്ളിൽ കരാറിലെത്തിയില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്നും ബോംബ് ആക്രമണം നടത്തുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. നിത നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിത, ഈ യുദ്ധത്തിന്റെ ഒരു പര്യവസാനം എന്തെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം തിരികെ നൽകണമെന്നുള്ള കാര്യം കൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത്? അവണി, ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് ഈ ഹോർമുസ് വീണ്ടും അടച്ചു എന്നുള്ളതാണ്. ഇറാൻ അല്പം മുമ്പ് വലിയ രീതിയിൽ തന്നെ ഇത് കുറച്ച് ദിവസത്തേക്കെങ്കിലും തുറന്നു കൊടുക്കുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ വന്നിരുന്നു. പക്ഷെ അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇറാന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഹോർമുസ് കടലെടുക്ക് വീണ്ടും അടച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ US ഉപരോധം അവസാനിപ്പിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ നടപടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. നേരത്തെ അവനെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഭീഷണിയൊക്കെയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇറാന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഈ യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണം എന്നുള്ളത് കഴിഞ്ഞ ഇവരുമായിട്ടുള്ള സമവായ ചർച്ചയ്ക്കിടയിൽ തന്നെ ഉയർന്നു വന്നൊരു ആവശ്യമായിരുന്നു. അതിലിപ്പോൾ ഇതുവരെയും ഒരു നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സൈനിക നടപടിയിലേക്ക് കടക്കേണ്ടി വരും എന്നുള്ളൊരു ഭീഷണിയൊക്കെ അല്പം മുമ്പ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ അതിന്റെ പിന്നാലെ തന്നെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നത്. ഹോർമുസ് വീണ്ടും അടച്ചു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് ഇറാനും കടന്നിരിക്കുന്നത്. എന്തായാലും അവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യുദ്ധ സാഹചര്യം അവസാനിക്കാനുള്ള ഒരു വഴിയും നിലവിൽ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ്. അതിനിടയിൽ തിങ്കളാഴ്ചയാണ് ഇസ്ലാമാബാദിൽ വീണ്ടും രണ്ടാം ഘട്ട ചർച്ച നടക്കാൻ പോകുന്നത്. ആദ്യഘട്ട ചർച്ചയൊക്കെ വലിയ രീതിയിൽ തന്നെ പരാജയപ്പെടുകയായിരുന്നു. നേതാക്കളെല്ലാം ചർച്ച നടത്തിയെങ്കിൽ പോലും അതിലൊന്നും സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധ സാഹചര്യം വീണ്ടും ഉടലെടുക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും തിങ്കളാഴ്ച ഒരു ചർച്ചയിലേക്ക് കൂടി കടക്കുകയാണ്. ഒരു പക്ഷേ ഇതിൽ ഒരു സമവായത്തിൽ എത്തുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലെങ്കിലും ആശങ്കയ്ക്കുള്ള അവസാനമാകുമെന്ന് നമ്മൾ കരുതേണ്ടി വരും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുന്നതിൽ ബുധനാഴ്ചയ്ക്കുള്ളിൽ കരാറിൽ എത്തണം എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു ഭീഷണിയായി വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ സൈനിക നടപടിയിലേക്ക് വീണ്ടും കടക്കും എന്നുള്ളൊരു ഭീഷണിയാണ് നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കും, കരാർ എത്തിയില്ലെങ്കിൽ ഇറാനുമായുള്ള ഒരു വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.